നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശു ഗോൽഗോത്തായിലേക്ക്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 27 മുതൽ 36 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അനന്തരം നാടുവാഴിയുടെ പടയാളികൾ യേശുവിനെ ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി പട്ടാളത്തെയെല്ലാം അവൻ്റെ നേരെ വരുത്തി അവൻ്റെ വസ്ത്രം അഴിച്ച് ഒരു ചുവന്ന മേലങ്കി ധരിപ്പിച്ചു. മുള്ളുകൊണ്ടൊരു കിരീടവും മെടഞ്ഞ് അവൻ്റെ തലയിൽ വെച്ചു. വലങ്കയിൽ ഒരു കോലും കൊടുത്തു. അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പരിഹസിച്ചു പറഞ്ഞു. പിന്നെ അവൻ്റെ മേൽ തുപ്പി കോലെടുത്ത് അവൻ്റെ തലയിൽ അടിച്ചു. അവനെ പരിഹസിച്ച് തീർന്നപ്പോൾ മേലങ്കി നീക്കി അവൻ്റെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ച് ക്രൂശിപ്പാൻ കൊണ്ടുപോയി. അവർ പോകുമ്പോൾ ശീമോൻ എന്ന പേരുള്ള കുറേനക്കാരനെ കണ്ടു. അവൻ്റെ ക്രൂശ് ചുമപ്പാൻ നിർബന്ധിച്ചു. തലയോടിയിടം എന്നർത്ഥമുള്ള ഗോൽഗോത്ത എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവന് കയ്പ് കലർത്തിയ വീഞ്ഞു കുടിപ്പാൻ കൊടുത്തു. അത് രുചി നോക്കിയാറെ അവന് കുടിപ്പാൻ മനസ്സായില്ല. കർത്താവായ യേശുക്രിസ്തുവിന് സാധാരണ ഒരു കുറ്റവാളിക്ക് ലഭിക്കുന്ന പരിഗണന, അതായത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ഒരു കുറ്റവാളിക്ക് ലഭിക്കുന്ന പരിഗണനയൊന്നും കിട്ടിയില്ല. കാരണം വധശിക്ഷയ്ക്ക് വിധിച്ചാൽ കൊണ്ടുപോയി കുരിശിക്കുക, അത്രയേ ഉള്ളൂ. പക്ഷേ ഇവിടെ അതിനു മുൻപ് അവർ യേശുക്രിസ്തുവിനെ വളരെ പരിഹസിക്കുകയാണ്, നിന്ദിക്കുകയാണ്. കാരണം യേശു താൻ യഹൂദന്മാരുടെ രാജാവാണ്, യഹൂദന്മാർക്ക് സ്വന്തം രാജ്യം നൽകി കൊടുക്കാൻ പോകുന്ന ആളാണെന്ന് പറഞ്ഞിരുന്നു. അത് കള്ളം പറഞ്ഞതാണ് എന്നാണ് യഹൂദ മൂപ്പന്മാരും അല്ലെങ്കിൽ പടയാളികളും ഒക്കെ ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ പേര് പറഞ്ഞ് ഇവരേശുവിനെ പരിഹസിക്കുകയാണ്. അതുകൊണ്ട് അവരേശുവിൻ്റെ വസ്ത്രം നീക്കിയിട്ട് ഒരു ചുവന്ന മേലങ്കി എന്ന് പറഞ്ഞാൽ രാജാക്കന്മാർ ധരിക്കുന്ന വിലയേറിയ ചുവന്ന പട്ടിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഒരു വസ്ത്രം ധരിപ്പിച്ചു, പരിഹാസത്തിൻ്റെ വസ്ത്രം. തലയിൽ മുള്ളുകൊണ്ടൊരു കിരീടം അടഞ്ഞു വെച്ചു. എന്നിട്ട് യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് വിളിച്ചു. അവർ അവനെ അടിച്ചു എന്ന് വായിക്കുന്നുണ്ട്. അത് ചാട്ടവാരനാണ് അടിച്ചത്. തലയിൽ മുൾമുടി വെച്ചിട്ട് അടിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ആ തലയിലേക്ക് ആ മുള്ള് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്, ചോര ചീറ്റുന്നുണ്ട്. ഇതെല്ലാം പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. 22-ാം സങ്കീർത്തനം ദാവീദ് രചിച്ചതാണ്. അതിൻ്റെ 18-ാം വാക്യത്തിൽ എഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ്: അവർ എൻ്റെ വസ്ത്രം പകുത്തെടുത്തു, എൻ്റെ അങ്കിക്കായിട്ട് അവർ ചീട്ടിടുന്നു. സാധാരണ കുരിശിക്കാൻ കൊണ്ടുപോകുന്ന ആളുടെ വസ്ത്രമൊന്നും എടുക്കാറില്ല. പക്ഷേ യേശുവിൻ്റെ വസ്ത്രം, അത് യേശുവിനോട് കൂടെ ശുശ്രൂഷയ്ക്ക് വന്നിട്ടുള്ള സ്ത്രീകളൊക്കെ നെയ്തു കൊടുത്തതാണ്. അത് അല്പം വിലപിടിപ്പുള്ള വസ്ത്രം തന്നെ ആയിരിക്കാം. അതവർ എടുക്കുകയാണ്. യേശുവിൻ്റെ ഓരോ വസ്ത്രവും അവരോരോരുത്തരെടുത്തു. മേലങ്കി അത് ചീട്ടിട്ട് ഒരാൾക്ക് എടുക്കുകയാണ്. ഇതെല്ലാം പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. യേശു ജനിക്കുന്നതിന് 1000 വർഷം മുമ്പ് ദാവീദ് എഴുതിയിരിക്കുകയാണ്: എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എൻ്റെ അങ്കിക്കായി ചീട്ടിടുന്നു. ദാവീദിന് ആ അനുഭവം ഉണ്ടായിട്ടില്ലല്ലോ. അത് യേശുവിൻ്റെ കാര്യം ആയിരുന്നു. യേശുവിനെ കുരിശിക്കാൻ കൊണ്ടുപോകുന്ന വഴിക്ക് അവർ യേശുവിന് കയ്പ് കലർത്തിയ വീഞ്ഞു കൊടുത്തു. അത് സാധാരണ കുരിശിക്കാൻ കൊണ്ടുപോകുന്ന ആളിന് കൊടുക്കുന്നതാണ്. കാരണം വലിയ വേദനയില്ലാതെ ഒരു മയക്കമുണ്ടായി മരിക്കാൻ വേണ്ടിയാണ്. പക്ഷേ യേശു അത് കുടിച്ചില്ല. അതിൻ്റെ കാരണം, അതായത് മനുഷ്യൻ്റെ മരണം, അതായത് നരകത്തിന് എന്തെല്ലാം വേദനയുണ്ടോ അതെല്ലാം താൻ നമുക്ക് പകരം അനുഭവിക്കുകയാണ്. അതുകൊണ്ടാണ് തൻ്റെ ഓർമ്മ
നഷ്ടപ്പെടാൻ യേശു ആഗ്രഹിച്ചില്ല. ആ വേദന മുഴുവൻ സഹിക്കാൻ യേശു തയ്യാറാകുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശു ശാരീരികമായി പീഡിപ്പിക്കപ്പെട്ടു, മാനസികമായി പീഡിപ്പിക്കപ്പെട്ടു, യേശു ദൈവത്താൽ കൈവിടപ്പെട്ടു, ആത്മീകമായി പീഡിപ്പിക്കപ്പെട്ടു. ആദാമിനോട് ദൈവം പറഞ്ഞ് ഈ പഴം തിരുനാളിൽ മരിക്കും. 3 വേർപാടാണ്. 1 ദൈവത്തിൽ നിന്ന് വേർപെടും, 2 ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെടും, 3 സ്വർഗം വിട്ട് നരകത്തിൽ പോകാനിടയാവും. മനുഷ്യനെ രക്ഷിക്കണമെങ്കിൽ ദൈവം മനുഷ്യനായി തീർന്ന് ദൈവത്തിൽ നിന്ന് വേർപെടണം, നരകം അനുഭവിക്കണം, ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെടണം. ഈ 3 മരണവും യേശു കാൽവരിയിൽ നമുക്ക് വേണ്ടി അനുഭവിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ യുക്തിഭദ്രമായ ഒരു രക്ഷാമാർഗം വേറെയില്ല. ലോകത്തിലെ മതങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് അവനവനാകാവുന്ന കർമ്മകൂദാശകളൊക്കെ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ പുണ്യവസ്തുക്കൾ ദൈവത്തിന് കൊടുക്കുക, പുണ്യസ്ഥലങ്ങളിലൊക്കെ പോയി സന്ദർശിച്ച് പ്രാർത്ഥിക്കുക, പ്രാപ്തി പോലെ പൈസയൊക്കെ ദൈവത്തിന് കൊടുക്കുക, എങ്കിൽ സ്വർഗം കിട്ടുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ആദാമിൻ്റെ പാപനിമിത്തം സകല വസ്തുക്കളും ശപിക്കപ്പെട്ടതാണ്, സകല സ്ഥലങ്ങളും ശപിക്കപ്പെട്ടതാണ്, സകല മനുഷ്യരും പാപികളാണ്. അതുകൊണ്ട് ദൈവം കരുണ ചെയ്തൊരു മാർഗം ഒരുക്കണം, എങ്കിൽ മാത്രമേ മനുഷ്യന് രക്ഷയുള്ളൂ. ദൈവം കൃപ ചെയ്തു, കരുണ തോന്നി, ദൈവം നമ്മെ സ്നേഹിച്ചു, തൻ്റെ പുത്രനെ ഭൂമിയിൽ അയച്ച് നമ്മുടെ നരകം അവൻ്റെ മേൽ കൊടുത്ത് രക്ഷാമാർഗം ഒരുക്കിയിരിക്കുന്നു. യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ ഒരൊറ്റ നിമിഷം കൊണ്ട് ഏതൊരു പാപിക്കും രക്ഷിക്കപ്പെടാൻ സാധിക്കും. അതാണ് സുവിശേഷം. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയേറെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.